നിങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഉദ്ഘാടനം നടക്കുമ്പോൾ ഇവിടെ വീണ്ടും സമരം ഒരു പ്രതിഷേധം വന്നു. തട്ടിപ്പാണ്, ഇത് തട്ടിപ്പാണ്, ഒരു കാരണവശാൽ നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് പറയുകയുണ്ടായി. പക്ഷേ അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോയി നിർമ്മാണം ആരംഭിച്ചു. അങ്ങനെ പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുകയാണ്. എന്തൊക്കെ വിവാദങ്ങളായിരുന്നു ജില്ലാ സ്റ്റേഡിയത്തെ ചുറ്റിപ്പറ്റിയുള്ളത്. നിർമ്മാണ ഉദ്ഘാടന വേദിയിൽ കോൺഗ്രസ് പ്രവർത്തകർ നിർമ്മാണം തടസ്സപ്പെടുത്തുന്നു. ഇനി അതല്ല, ഫസ്റ്റ് ഫേസ് ഉദ്ഘാടന ഘട്ടത്തിലും കോൺഗ്രസ് നേതാക്കൾ ആ സമ്മേളനം ബഹിഷ്കരിക്കുന്നു. പക്ഷേ വിവാദങ്ങളുടെ ചുഴിയിൽപ്പെടാതെ പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയം ഇപ്പോൾ പൂർത്തിയാകുകയാണ്. നമുക്ക് കാണാം, അതിമനോഹരമാണ്. 8 ലൈൻ ഉള്ള സിന്തറ്റിക് ട്രാക്ക്, നാച്ചുറൽ ഫുട്ബോൾ ടർഫ്, തൊട്ടടുത്തായി സ്വിമ്മിംഗ് പൂള് തുടങ്ങിയ എല്ലാം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പൂർത്തിയാകുന്നത്. ഇത് പൂർത്തിയാകുമ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് സംസ്ഥാനത്തെ LDF സർക്കാരിനും സ്ഥലം MLA കൂടിയായിരിക്കുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനും അതുപോലെ മുൻ നഗരസഭയിലെ LDF ഭരണസമിതിക്കുമാണ് അവകാശപ്പെടാൻ സാധിക്കുന്നത്. മന്ത്രി എല്ലാ വിവാദങ്ങൾക്കും പിന്നാലെ പോകാതെ പകരം സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണത്തിൽ നിശ്ചയദാർഢ്യത്തോടെ മന്ത്രി വീണ ജോർജ് ഇടപെടുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായാണ് ഇപ്പോൾ സ്റ്റേഡിയം നിർമ്മാണം പൂർത്തിയാകുന്നത്. നമുക്കിനി സ്റ്റേഡിയത്തിൻ്റെ ആ മനോഹരമായ ദൃശ്യങ്ങൾ കാണാം. സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ഈ സ്റ്റേഡിയം നിർമ്മാണത്തിൽ കോൺഗ്രസിൻ്റെ പങ്ക് എന്തെന്ന് ആലോചിക്കേണ്ടതാണ്. കോൺഗ്രസിൻ്റെ പങ്ക് എന്ന് പറയുന്നത് വിവാദങ്ങൾ മാത്രമാണ്. അതിനായി 2 ദൃശ്യങ്ങൾ നമുക്ക് ആദ്യമൊന്ന് കാണാം. നിങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. UDFന്റെ കൗൺസിലർമാർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ഈ സംഘാടക സമിതിയെ മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ കണ്ട ദൃശ്യങ്ങൾ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടന വേളയിലും സ്റ്റേഡിയത്തിൻ്റെ ഫസ്റ്റ് ഫേസ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ആലോചനാ യോഗത്തിലും കോൺഗ്രസ് അംഗങ്ങൾ അലമ്പാക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. അവിടം കൊണ്ടും അവസാനിക്കുന്നില്ല സ്റ്റേഡിയത്തിൽ കോൺഗ്രസിനുള്ള സംഭാവന. കോൺഗ്രസ് ഭരണസമിതി മുനിസിപ്പാലിറ്റി ഭരിക്കുമ്പോൾ സ്റ്റേഡിയം വിട്ടു നൽകിയിരുന്നില്ല. അന്ന് മന്ത്രി വീണ ജോർജ് സ്ഥലം MLA മാത്രമായിരുന്നു. അങ്ങനെ ചരിത്രത്തിലാദ്യമായി സംസ്ഥാനത്ത് ഒരു MLA സ്റ്റേഡിയം നിർമ്മാണത്തിനായി സത്യാഗ്രഹം ഇരിക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായി. വീണ ജോർജ് നിരാഹാരമിരുന്നു സ്റ്റേഡിയം വിട്ടു നൽകാൻ. എന്നാൽ കോൺഗ്രസ് ഭരണസമിതി അതിന് കൂട്ടാക്കിയില്ല സ്റ്റേഡിയം വിട്ടു നൽകാൻ. പിന്നീട് TK സക്കീർ ഹുസൈൻ ചെയർമാനായ LDF ഭരണസമിതിയാണ് സ്റ്റേഡിയം വിട്ടു നൽകിയത്. പിന്നീട് ചരിത്രമാണ് സംഭവിച്ചത്. വീണ ജോർജിൻ്റെ ഇടപെടലിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിക്കുകയും കിഫ്ബിയിൽ നിന്ന് 47 കോടി രൂപയിൽ അധികം മുടക്കിയാണ് സ്റ്റേഡിയം നിർമ്മാണം ഇപ്പോൾ ഈ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നത്. വേൾഡ് അത്ലറ്റിക് ഫെഡറേഷൻ നിർദ്ദേശിക്കുന്ന നിലവാരത്തിലാണ് 8 ലൈൻ സിന്തറ്റിക് ട്രാക്ക് നിർമ്മിച്ചിട്ടുള്ളത്. സാൻഡ്വിച്ച് ടൈപ്പിൽ നിർമ്മിച്ച ട്രാക്കിനൊപ്പം സ്റ്റീപ്പിൾ ചേസ്, ലോങ് ജംപ്, ഹൈ ജംപ്, ജാവലിൻ ത്രോ, ഷോട്ട് പുട്ട്, ഡിസ്കസ് ത്രോ, ഹാർഡിൽസ് തുടങ്ങിയ കായിക ഇനങ്ങൾക്കുള്ള സൗകര്യങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. നാച്ചുറൽ ഫുട്ബോൾ ടർഫാണ് നിർമ്മിച്ചിട്ടുള്ളത്. അന്താരാഷ്ട്ര മത്സരങ്ങൾ നടത്തുന്ന ഫിഫ സ്റ്റാൻഡേർഡിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. നീന്തൽക്കുളവും ഒളിമ്പിക്സ് മത്സരങ്ങൾ നടത്തുന്നതിനുള്ള മാനദണ്ഡപ്രകാരം തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. പവലിയനും ഗാലറിയും അടക്കം നിരവധി സൗകര്യങ്ങളാണ് സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ കായിക പ്രേമികൾക്കും കായിക താരങ്ങൾക്കും പിണറായി സർക്കാരിൻ്റെ സമ്മാനമാണ് പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയം. ക്യാമറമാൻ അഖിലേഷ് കുടമ്പനൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.